പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ കാലാവസ്ഥ ആകെ അങ്ങ് മാറി. ചൂടൊക്കെ പോയി നല്ല തണുപ്പായി, വെയിലൊക്കെ പോയി മഴയായി, ശത്രുക്കളൊക്കെ മാറി സ്നേഹിതരായി, എതിരാളികളെല്ലാം അനുയായികളായി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ശരിയായി. ഇനി LDF അങ്ങ് വന്നാൽ മതി. ആലപ്പുഴയില് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തില് അഭിമാനത്തോടെ വോട്ട് പതിച്ച് നൽക. ഇടതുപക്ഷത്തിന്റെ അഭിമാനമിതാണ്. ഇതുവരെ കണ്ടതൊക്കെ വെറും കളിയാണ്. ഇനി വരും കളി പച്ച യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിന്റെ അഭിമാനമിതാണ്. ഇതുവരെ കണ്ടതൊക്കെ വെറും കളിയാണ്. ഇനി വരും കളി പച്ച യാഥാർത്ഥ്യമാണ്. അരിവാളും ചുറ്റികയും നക്ഷത്രമാണ്. അടയാളം അഭിമാനത്തിൻ പ്രതീകമാണ്. വരുമെല്ലാം ശരിയാകും, അതിനായി പിന്തുണ നൽകിയിടൂ. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളം ഇന്നേയുള്ളിൽ ഉറപ്പിച്ചിടൂ. അഭിമാനത്താൽ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തു. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളം ഇന്നേയുള്ളിൽ ഉറപ്പിച്ചിടൂ. അഭിമാനത്താൽ ഇടതുപക്ഷത്തിന് വോട്ടു രേഖപ്പെടുത്തു. ഇടതുപക്ഷം വന്നിടണം, ഹൃദയപക്ഷം ചേർന്നിടണം. നാട്ടിൽ സമാധാനം സാഹോദര്യം എന്നും നിലനിൽക്കണം. കേരളത്തിൽ ഇടതുഭരണം വേണം. എന്നാൽ ഈ വേനൽ മഴ ചിലയിടത്തൊക്കെ കടൽക്ഷോഭത്തിന് വഴിവെച്ചു. ആലപ്പുഴ ജില്ലയിലൊക്കെ ശക്തമായ കടലാക്രമണമാണ്. കടലിൽ നിന്ന് മാത്രമല്ല, കരയിൽ നിന്നും ആക്രമണമുണ്ട്. അമ്പലപ്പുഴ സ്ഥാനാർത്ഥി ശ്രീ G. സുധാകരൻ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പാർട്ട്മെന്റിന്റെ സമീപത്ത് വന്ന് VS അച്യുതാനന്ദൻ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് എത്തി നോക്കുകയും 2-ൽ വോട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അത് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വളരെ വളരെ അതിനെ വെല്ലുവിളിച്ച് ചെയ്തിട്ടുള്ള ഒരു നടപടിയാണ്. അതിന് ആ തെരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാർ അതിന് കൂട്ടുനിന്ന് കൊടുത്തിരിക്കുന്നു. എന്താ പറയുന്നത്, പറ്റ താഴ്ന്നതാണ്. UDF-ലെ മിക്ക നേതാക്കന്മാർക്ക് സംസ്കാരമില്ല, അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് ഉദരംഭരണം കാശ് കിട്ടണം, സ്ഥാനം എടുക്കണം, ഇങ്ങനെ നടക്കണം. കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ഒരാൾക്ക് വരാമെന്നല്ലാതെ, കൂടെ വരാമെന്നല്ലാതെ മറ്റ് യാതൊരു, അതും ഒരു പ്രത്യേക സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ട് മാത്രമേ വരാമെന്നിരിക്കെ ഇദ്ദേഹത്തിനോടൊപ്പം പ്രതിപക്ഷ നേതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും G. സുധാകരൻ എന്ന സ്ഥാനാർത്ഥിയും വന്ന് വോട്ട് ഈ ചിഹ്നത്തിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയോട് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ ആരൊരു കുറ്റം, VS-ഓ ഞാനോ ആരോടോ ഒരു കുറ്റവും ചെയ്തില്ല. ഈ സ്ഥാനാർത്ഥി സുധാകരനെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യതപ്പെടുത്തുകയാണ് അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. കുറ്റം ചെയ്ത പോലീസാണ്. അവരെ മൊത്തം അകത്ത് കയറി നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. ഞങ്ങളെല്ലാം മൂലകൾക്ക് തള്ളി മാറ്റപ്പെട്ടു. അവിടെയാണ് സംഭവം. വിശദമായിട്ട് ഞങ്ങൾ പറയാം. ചട്ടലംഘനമാണ്. ഇതിന്മേൽ അടിയന്തര നടപടി ഉണ്ടാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെയും ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ജില്ലാ ഓഫീസർ മുമ്പാകെയും ഞാൻ നേരിട്ട് പരാതി കൊടുക്കുന്നതാണ്. പരാതി ഇപ്പൊ ഇവിടെ കിട്ടി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് കിട്ടിയേ ഉള്ളൂ. പരിശോധിക്കുകയോ വലിച്ച് എന്തെങ്കിലും ചെയ്യാൻ അവരോട്
അവിടെ എന്തെങ്കിലും പറയാൻ പറ, അല്ലെ ഫയൽ സൂക്ഷിച്ച് വെച്ചോളാൻ പറ. അത് ഞാൻ ഇവിടെ MCCയുടെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ ലോ ഓഫീസറാണ്. ലോ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് വിശദമായിട്ട് പരിശോധിച്ച ശേഷം നോക്കാം. ഞങ്ങൾ ആരോട് കുറ്റം ചെയ്ത ഗവൺമെൻറ്റാണ്. ഇലക്ഷൻ കമ്പനി സംരക്ഷണം കൊടുത്തില്ല, പ്രസിഡന്റ് കമ്പനി ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം, അല്ല ബാക്കി കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. എന്താ അത് ഒരു പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ ഒരു വശം മാത്രം. ബാക്കി കാര്യം ചർച്ച ചെയ്യണമെന്നാണ് പൊളിമിക്സിൻ്റെ അഭിപ്രായം. അതിനൊരുങ്ങാൻ ഒരിടവേള വേണം. അത് കഴിഞ്ഞു വന്നാൽ ബാക്കി ചർച്ച ചെയ്യും. അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് ചെറിയൊരു പ്രശ്നമാണ്, നടപടിക്രമങ്ങളിലെ പ്രശ്നം. എന്നാൽ DCC പ്രസിഡന്റ് ഷുക്കൂർ സാഹിബ് ഉയർത്തിക്കൊണ്ടുവരുന്നത് വലിയൊരു പ്രശ്നമാണ്, CPM-ലെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ പ്രശ്നം. മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ വോട്ട് തനിക്ക് വീഴുമോ എന്നുള്ള സംശയം സുധാകരൻ ഉണ്ടായതുകൊണ്ടാണ് സുധാകരൻ ബോധപൂർവം ഈ പോളിംഗ് സ്റ്റേഷനകത്ത് കയറി പ്രതിപക്ഷ നേതാവിനോടൊപ്പം ബാലറ്റ്, അതായത് യന്ത്രമിരിക്കുന്ന ആ കമ്പാർട്ട്മെന്റിൽ വന്ന് അത് വോട്ട് ചെയ്യുന്നത് കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രശ്നം അതല്ലെന്നാണ് സുധാകരൻ സഖാവ് പറയുന്നത്. ഷുക്കൂറിനെ ക്ഷുഭിതനാക്കിയ ന്യൂനമർദ്ദം വേറെയാണത്രേ. ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു ഇത്തവണ. ഞങ്ങളുടെ പാലയുടെ ഒറ്റ വോട്ട് പോലും ഇത്തവണ പോയില്ല. അതാണ് നമുക്ക് അസൂയ. VS വന്നാൽ എന്തായാലും VS-ന്റെ പ്രസംഗം, ഞാൻ VS-ന്റെ ഈ പ്രസംഗം കേൾക്കുന്നത് ഇതുപോലൊരു പ്രസംഗം ഒരു 10-15 വർഷം മുമ്പ്. എന്താ പ്രസംഗം? നെഞ്ചങ്ങോട്ട് പിരിച്ചിട്ട് സുധാകരൻ നോട്ട് ചെയ്യണം ആദ്യം അവസാനവും. എന്നിട്ട് BJP-യെ വെച്ചങ്ങ് കീറുകയല്ലേ അദ്ദേഹം. അത് ശരിയാണ്. അമ്പലപ്പുഴയിലെ പ്രസംഗത്തിൽ VS അങ്ങനെ പറഞ്ഞതിന് പൊളിമിക്സ് സാക്ഷിയാണ്. ആദ്യം പറഞ്ഞത് ഇതാ ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, സഖാക്കളെ, അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് സഖാവ് സുധാകരനാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ചുറ്റിയേരുവാൾ നക്ഷത്രമാണ്. സഖാവ് സുധാകരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ആദ്യം അഭ്യർത്ഥിച്ച ശേഷം VS BJP-ക്കെതിരെ ഒരു കീറി എന്നതും സത്യമാണ്. അതിനുശേഷം VS ആ പ്രസംഗം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നും പൊളിമിക്സിന് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് 16-ാം തീയതി നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ സഖാവ് സുധാകരന് അദ്ദേഹത്തിന്റെ ചുറ്റിയേരുവാ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും മാത്രമല്ല, കേരളമാകെ ഈ മാറ്റമുണ്ടാകാൻ ജനങ്ങൾ ഒന്നു ചേർത്ത് പോരാടുകയാണ്. അവർക്ക് ആവേശം പകരത്തക്ക വിധത്തിലുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് ഇനി എല്ലാ പേരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് മാത്രം നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ. എല്ലാം ശരിയാകും, അതിനായി പിന്തുണ നൽകിയിടൂ. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളം ഇന്നേയുള്ളിൽ
ഉറപ്പിച്ചിടൂ. അഭിമാനത്താൽ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തൂ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജി സുധാകരനെ ആനന്ദത്തിൽ ആറാടിക്കാൻ അത് മതിയായിരുന്നു. എന്തായിരുന്നു ആ പ്രസംഗം? എന്തായിരുന്നു? ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ പ്രസരിപ്പല്ല എത്ര വോട്ടായും കിട്ടിയ എൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ബൂത്തിലൊക്കെ വോട്ട് നിറഞ്ഞു കവിഞ്ഞ് കിടക്കല്ലേ. എന്താ പ്രശ്നം? അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. VS സംബന്ധിച്ച് ഞാനും VS-ഉമായുള്ള മാനസിക ബന്ധം ആർക്കും അറിയില്ല. ഞാനതൊന്നും ഉണർത്തിക്കാനും പോകാറില്ല. അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അത് എന്നും ഒരു ഉൾബലമാണ്. ആ മാനസിക ബന്ധവും അതിൻ്റെ ഉൾബലവും ആർക്കും അറിയാത്തത് കൊണ്ടും ജി സുധാകരൻ സഖാവ് അത് ആരെയും അറിയിക്കാത്തത് കൊണ്ടും പല അബദ്ധങ്ങളും പ്രചരിക്കാനിടയായിട്ടുണ്ട്. സുധാകരൻ സഖാവിന് വോട്ട് ചോദിക്കാനായി VS വരില്ല എന്നുവരെ പറഞ്ഞവരുണ്ട്. VS അടക്കം എന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വരുന്നത്. VS അടക്കമുള്ള നേതാക്കന്മാർ. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ വരുന്നത്. അതിനെക്കാട്ടും കൊണ്ടുവന്നേണ്ടത് പിണറായി വരുന്നതല്ല. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയല്ലേ. VS കഴിഞ്ഞ അവിടെ വന്നല്ലോ. എൻ്റെ കൺവെൻഷൻ പുതിയ കാര്യമല്ലല്ലോ. കൺവെൻഷന് VS വന്നത് അവസാനം പൊതുയോഗത്തിനാണ് വന്നത്. ലാസ്റ്റിൽ 3 തവണ എൻ്റെ പേര് ജി സുധാകരൻ, ജി സുധാകരൻ, ജി സുധാകരൻ, അരിവാൾ ചുറ്റിക നക്ഷത്രം, അരിവാൾ ചുറ്റിക നക്ഷത്രം, അരിവാൾ. ഞാൻ 3 തവണ എടുത്ത് പറഞ്ഞു എൻ്റെ പേര്. ഞാൻ കേട്ടതല്ലേ. അദ്ദേഹം വരുമായിരിക്കും അവസാനം. നമ്മളെന്താ അതിൽ ബേജാറാവുന്നത്? VS ഇവിടെ സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം മലമ്പുഴയിലാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം കേരളം മൊത്തം ലെഫ്റ്റിന് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. കിട്ടുന്ന ആദ്യം കിട്ടുന്ന സീറ്റ് ആയിരിക്കുമല്ലോ ഇത്. കേട്ടോ, ആദ്യം കിട്ടുന്ന സീറ്റല്ലേ. അപ്പോൾ അദ്ദേഹം വന്നോളും. അദ്ദേഹത്തെ വെറുതെ വിട്ടത്. ഇതൊക്കെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നോർക്കണം. അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് വന്നോളുമെന്ന് സുധാകരൻ ഉറപ്പിച്ചു പറഞ്ഞത് ആ ബന്ധത്തിൻ്റെ ഉൾക്കാമ്പാണല്ലോ കാണിക്കുന്നത്. VS-നെതിരായി ഒരു വാക്ക് പോലും പറയാത്ത തന്നെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. പാലക്കാട്ടു നിന്ന് ആ മഹാനായ നേതാവ് കാർ ഓടിച്ചു വന്ന കണ്ടോ, ഒന്ന് വോട്ട് ചെയ്ത് കണ്ടോ? അത് വിവാദമാക്കുക ഉടനെ. ഏത് അത് വോട്ട് ചെയ്യാൻ വരുത്തില്ലെന്ന് ആദ്യം പറഞ്ഞത് അല്ലേ? കൃത്യമായിട്ട് വന്നില്ലേ? ഞങ്ങൾ വന്നില്ലേ? ആ മഹാനായ നേതാവ് പാലക്കാട്ട് നിന്ന് അമ്പലപ്പുഴ വരെ കാർ ഓടിച്ച് 2 വട്ടം വന്നതും വോട്ട് ചോദിച്ചതും വോട്ട് ചെയ്തതും എല്ലാം ശരിയാണ്. എന്നാൽ സുധാകരൻ VS-നെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം വിശ്വസിക്കാൻ പൊളിമിക്സിന് കഴിയുന്നില്ല. പൊളിമിക്സിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുധാകരൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ VS-ന്റെ കെയർ ഓഫിലൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത് കേട്ടോ. പക്ഷെ VS എന്നെ സംബന്ധിച്ച് VMS-ന്റെ 1ാമത്തെ നേതാവാണ് കേരളത്തിൽ. പക്ഷെ അത് പ്രകടിപ്പിക്കാനൊന്നും ഞാനില്ല. രാവിലെ ഇങ്ങനെ പൊതുജനങ്ങളെ പറയാമെന്ന് എന്നെ കിട്ടത്തില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. പ്രൊമോഷന് വേണ്ടി കാര്യം തീരുമാനിച്ചാൽ ഇനി പുള്ളി വിചാരിച്ച പ്രൊമോഷൻ കിട്ടത്തുമില്ല. 2015 ആഗസ്റ്റിൽ സുധാകരൻ നടത്തിയ പ്രസംഗമാണിത്. അതിലാണ് പറഞ്ഞത് താൻ VS-ന്റെ കെയർ ഓഫിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് എന്ന്. പ്രമോഷന് വേണ്ടി VS-ന്റെ കാല് തിരുമാൻ തയ്യാറല്ല എന്നും. പൊളിമിക്സിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടം കൊണ്ടും നിർത്തിയിട്ടില്ല അന്ന്. ഇലക്ഷൻ വഴിയാണ് അടുത്ത അസംബ്ലി. എന്നെ ഞാൻ മത്സരിക്കുന്നത് എന്നെ തോപ്പിക്കും. നിർബന്ധമില്ല മത്സരിക്കണം, ഒരു നിർബന്ധമില്ല. അതിനുവേണ്ടിയാണ് VS വരാതിരിക്കുന്നതെങ്കിൽ തോറ്റാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് ഞാൻ ഈ നേരത്തെ പ്രവർത്തനം ഒരു വിലയില്ല. ഏതെങ്കിലും ഒരു നേതാവിന്റെ ഇഷ്ടാനിഷ്ടമാണ് പ്രധാനം. അങ്ങനെയൊക്കെയാണ് ജനം തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിച്ചോളൂ. കേട്ടില്ലേ? ഇങ്ങനെയൊക്കെ മാത്രമേ സുധാകരൻ സഖാവ് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. പ്രമോഷന് വേണ്ടി VS-ന്റെ കാലു തിരുമാൻ നിൽക്കില്ല. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണെങ്കിൽ തോൽപ്പിക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തനിക്ക് നിർബന്ധമില്ല എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ആലപ്പുഴയിലെ പത്രക്കാർ എന്തൊക്കെയാണ് കൊട്ടിഘോഷിച്ചത് എന്നോ. ഇവിടെ ആലപ്പുഴയിൽ മാധ്യമ ലോകം വലതുപക്ഷത്തിന്റെ ചീഞ്ഞ കുഴി കിടക്കുക. അവിടെ കിടക്കുകയാണ്. അവർ കിടന്ന് പുഴുക്കുക അവിടെ കിടന്നിട്ട്. ഇവിടെ അങ്ങനൊന്നും അല്ലായിരുന്നു. പണ്ട് ജോയിയെ പോലെയൊക്കെയുള്ള മാതൃഭൂമി റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കാർത്തികനെ പോലുള്ള കേരള റിപ്പോർട്ടേഴ്സ്, പണിക്കരേനെ പോലുള്ള മാധ്യമം തന്നെ അല്ലേ റിപ്പോർട്ടേഴ്സ്. മാധ്യമമല്ല, അന്ന് വേറൊരു എക്സ്പ്രസ്. എന്തായിരുന്നു ആ കാലം? എന്ത് സത്യസന്ധതയാ പത്രത്തിന്? എവിടെ ഇപ്പോൾ? എല്ലാവർക്കും ഒരാള് ജി സുധാകരൻ. നമ്മുടെ തോണേക്കാൻ നടക്കുക എല്ലാവരും ജി സുധാകരൻ, ജി സുധാകരൻ, ജി സുധാകരൻ, ജി സുധാകരൻ. പാവം സുധാകരൻ അമ്പലപ്പുഴയിലെ പത്രക്കാർക്ക് കൊട്ടാനുള്ളൊരു ചെണ്ടയായിപ്പോയി. ഇത്രയും പുറത്തിട്ട് അടിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. ചെണ്ടയുടെ പുറത്ത് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നവരല്ല ചെണ്ടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ? ചെണ്ട ഒന്നും പറയുന്നില്ല. ഇനി അടിച്ചോളാം എൻ്റെ അഭിപ്രായം. ഇഷ്ടംപോലെ തല്ലിക്കോ, ഇനി കുറച്ചുകൂടെ അടിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് ഈ തെറ്റായ ദുഷ്പ്രചരണത്തിനുള്ള കനത്ത മറുപടിയായിരിക്കും എൻ്റെ റിസൾട്ട്. കനത്ത മറുപടി. അതിന് ഒരു 5 വോട്ട് കൂടുതൽ എനിക്ക് കിട്ടും. ഇതൊക്കെ പ്രചാരണത്തിന്റെ തുടക്കത്തിലായിരുന്നു.
എല്ലാം കഴിഞ്ഞ് VS-നെ കൊണ്ടുവന്ന് ബൂത്തിലിരുത്തി വോട്ട് ചെയ്യിച്ച് കൊണ്ടുപോയിട്ടും പത്രക്കാർ സുധാകരൻ്റെ പുറത്തിട്ട് കൊട്ടുക തന്നെയാണ്. അത് നിങ്ങളുടെ ആലപ്പുഴ മാധ്യമ സമൂഹം പോലും ശരിക്കും മനസ്സിലാക്കില്ല എന്നുള്ള എന്നെ എത്ര കാലമായിട്ട് അറിയാം. എനിക്കിതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ഇൻക്ലൂഡിങ് ദേശാഭിമാനി പറയണല്ലോ, എല്ലാവരും അറിയട്ടെ, കേരളം അറിയട്ടെ. ഇൻക്ലൂഡിങ് ദേശാഭിമാനി ഇല്ല. എന്താ കാര്യം എന്താ ഞാൻ മോട്ടിച്ചോ? കാരണം സ്വജനപക്ഷപാതം കാണിച്ചു. എന്താ രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നെപ്പോലെ എനിക്കിനും കുറച്ചു കാലമേ ഉള്ള ജീവിതം, പ്രായമായിക്കൊണ്ടിരിക്കും നമ്മളല്ല. എന്നെ സംരക്ഷിച്ചോ? ഇല്ലല്ലോ. ആരെന്ത് വൃത്തികേട് പറഞ്ഞാലും വെണ്ടക്കായി കൊടുത്തോ? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്ത് കൊടുത്തു? തെരഞ്ഞെടുപ്പെട്ട സ്വീകരണമല്ല, ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ആർട്ടിക്കിൾ കാണിക്കാവോ? ഞങ്ങളുടെ തീരുമാനമാണ്, ഡിഫെൻഡ് ചെയ്ത തന്നെ. പാർട്ടി പത്രമടക്കമുള്ള മാധ്യമങ്ങളും പാർട്ടിക്കകത്തും പുറത്തുമുള്ള ശത്രുക്കളും ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചിട്ടും VS അച്യുതാനന്ദൻ വന്ന് G സുധാകരന് വോട്ട് ചോദിക്കുകയും കുടുംബസമേതം വന്ന് വോട്ട് ചെയ്യുകയും ചെയ്തില്ലേ? അതെന്തുകൊണ്ടാണ് എന്ന് പൊളിമിക്സിന് ശരിക്കറിയാം. GS നിയമസഭയിൽ വേണമെന്ന് VS-ന് നിർബന്ധമാണ്. ഇവിടെ കേരളത്തിലെ അസംബ്ലി ഏറ്റവും സീരിയസ് ആയി പാർട്ടി രാഷ്ട്രീയം പറയാൻ എന്നെയാണ് വിനിയോഗിക്കാറുള്ളത്. പ്രസംഗം എടുത്ത് നോക്ക്. ബഡ്ജറ്റ് ഉടനെ ഒന്നാമത്തെ പ്രസംഗം ചിലപ്പോൾ എനിക്കായിരിക്കും, അല്ലെ അവസാനത്തെ പ്രസംഗം എടുത്തു നോക്ക്. എൻ്റെ പ്രസംഗം എന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പോരാളികളാണ്, അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. എൻ്റെ പ്രസംഗം കേൾക്കാൻ UDF-കാർ മൊത്തം അസംബ്ലി വന്നിരിക്കും. അപ്പോൾ അവർക്കും അറിയാം നമ്മൾ പേഴ്സണലായിട്ടല്ല പറയുന്നതെന്ന്. അവർക്കും സന്തോഷമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഏതായാലും സുധാകരൻ സഖാവ് അസംബ്ലിയിലെത്തുമെന്ന കാര്യം ഉറപ്പായതിനാൽ പൊളിമിക്സ് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ചില വിശേഷങ്ങൾ കാണാനുണ്ട്. മറക്കരുത്, അനങ്ങാതെ കാത്തിരിക്കുക. നമ്മുടെ പഴയ സുകുമാരൻ DYSP-യെ ഓർമ്മയില്ലേ? ആര് മറന്നാലും കണ്ണൂരിലെ CPM സഖാക്കൾ മറക്കാനിടയില്ല. പാർട്ടി സഖാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയാൽ കമ്പിപ്പാര പ്രയോഗിക്കുന്ന ആ DYSP, അദ്ദേഹമുണ്ടല്ലോ, ക്രമസമാധാന പാലനത്തിൽ മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമത്തിലും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലും എല്ലാം വിദഗ്ധനാണ്. ഇലക്ഷൻ നിയമങ്ങളെക്കുറിച്ച് എല്ലാവരും പഠിച്ചതാണ്. ഇത് എല്ലാ കാലത്തും നടത്താണ്. ഞാനും ഇതിൽ പങ്കാളിയാണ്, മത്സരിക്കാനല്ല, പോലീസുകാരനായിട്ടും പങ്കാളിയാണ്. എന്നോട് മത്സരിക്കാൻ പറ്റുമെങ്കിൽ പോലീസായിട്ട് മത്സരിക്കാം, ഇലക്ഷനിൽ മത്സരിക്കാൻ ഞാനില്ല. മനസ്സിലായല്ലോ? നിയമങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണം. ചെറിയ ചെറിയ നിയമങ്ങളാണ്. അത് എല്ലാ കൊല്ലം ഇലക്ഷൻ നടന്നിട്ട് അറിയില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കാനുള്ളൊരു സാധനമാണ്. അത് ഇങ്ങനെ തേരാപ്പാരയുടെ ഹായ് ബായ് എന്നൊന്നും പറയാനുള്ള ആളല്ല. അയാൾക്ക് 200 മീറ്റർ അപ്പുറത്ത് ചായക്കടയുണ്ട്, അവിടെ ഇരുന്ന് നല്ല ചായ കുടിക്കാനില്ല. അയാൾക്ക് ചേഞ്ച് കൊടുക്കണമെങ്കിൽ കൃത്യസമയം പറഞ്ഞ് അയാൾ ചന്തിക്ക് വേദനിക്കുമ്പോൾ വരാം. ചന്തി കഴിഞ്ഞിട്ട് ഞാനൊന്ന് മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വന്നോട്ടെ. അയാൾക്ക് വേണ്ടെങ്കിൽ മാറിയും വേണം. അയാൾ 200 മീറ്റർ തന്നെ. അല്ലാണ്ട് ഞാൻ ഏജന്റാണെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങനെ ഹായ് ബായ് എന്ന് പറഞ്ഞ് നടക്കാനുള്ള ഒന്നും ആ അധികാരം അതിലില്ല. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള അധികാരമേ ഉള്ളൂ. സംശയം ഒന്നും നിർബന്ധം. രണ്ടാമത് ചീഫ് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ ഒരു മണ്ഡലത്തിൽ. അയാൾ വരുമ്പോൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ബൂത്തിൽ കയറാനുള്ള അധികാരമുണ്ട്. അയാൾ ബൂത്തിൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി. അല്ല ഇവിടെ വന്നിട്ട് ഹായ് ബായ് എന്ന് പറയാനൊന്നും അയാൾക്കും ഇല്ല. അയാൾ പോയിക്കോളും. സ്ഥാനാർത്ഥിക്ക് വരാം, അയാൾക്കും അതിനുള്ള വന്നിട്ട് പറയാൻ ബൂത്തിൽ ലൈനിലൊന്നും വന്നിട്ട് ഹലോ ചേട്ടാ എന്ന് വിളിക്കാനുള്ള അധികാരവും ഇല്ല, അവകാശമില്ല. ഇതാണ് നിസ്സാരമാണ്. 200 മീറ്ററിൽ നിരോധനാജ്ഞയാണെന്ന് എല്ലാവരും പരിഹാരം ഇന്നലെ മെനിയാവുന്നേ മുതൽ. മനസ്സിലായല്ലോ? ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത്ര കൂടിക്കാൻ പാടുള്ളൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും കൂടിക്കാൻ പാടില്ല, പോയിക്കോളും. പിന്നെ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും എന്നെ സംശയം തീർത്തിട്ടുണ്ട്. 100 മീറ്ററിനുള്ളിലും മൊബൈൽ ഫോൺ പാടില്ല. ഏജന്റുമാർ കാണാനും മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല. അതിലുള്ള പോളിംഗ് ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാത്രം സൈലന്റ് ആക്കിയിട്ട് കയ്യിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നിയമമാണ്. പിന്നെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം, വെറുതെ കുസ്തി പിടിക്കാൻ നിൽക്കരുത്. ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇലക്ഷനിലല്ല. ഇങ്ങനെ സംസാരിക്കാം, ഞാൻ മത്സരിക്കാം. ഇലക്ഷനിൽ മത്സരിക്കുന്നത് വളരെ ഒരു തരത്തില്ല. എനിക്ക് ഇതൊന്നും സംശയങ്ങളൊന്നുമില്ല. കുറേ കൊല്ലം ഇലക്ഷൻ നടത്തുക. ഇനി വല്ല സംശയമുള്ളവർ കാലത്താളം നടത്തിയവർക്ക് വീണ്ടും വീണ്ടും സംശയം. അതും ഞാൻ ഇവിടെ നിൽക്കും.
എൻ്റെ മുഖം ടി വിയിൽ വരണം, എൻ്റെ അങ്ങനെ എനിക്ക് എല്ലാവരും കാണും, നടക്കുന്ന കാര്യം. നല്ല സംശയം ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് കൊണ്ടുപോയി പല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മത്സരിച്ച് നോക്കും. അത്രേ പറയാം. LDF വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് സുകുമാരൻ സാർ അടക്കമുള്ള എല്ലാ പോലീസുകാരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല സിനിമക്കാർക്കും പ്രധാനമായിരുന്നല്ലോ ഈ തിരഞ്ഞെടുപ്പ്. വോട്ട് ചോദിക്കാൻ മാത്രമല്ല, വോട്ട് ചെയ്യാനും അവരെത്തി. ഒറ്റയ്ക്ക് വന്നവരുണ്ട്, കുടുംബത്തോടൊപ്പം വന്നവരുമുണ്ട്. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब. ദൈവാനുഗ്രഹിച്ച് വോട്ട് ചെയ്യാൻ എത്തി. പാടൂർ സാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കണം. സാറ് ഷൂട്ടിൽ തന്നെ നിർത്തി എല്ലാവരും പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാടൂർ സാർ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചു. അപ്പോൾ എന്തായാലും വന്ന് ചെയ്യണമല്ലോ. അങ്ങനെ ഇവ മലയാള സിനിമയിൽ നിന്ന് ആദ്യം വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഗണേശ് ചേട്ടനാണ്. അതിനുശേഷം ഇന്നസെൻ്റ് ഏട്ടൻ വന്നു. ഇപ്പോൾ മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, അതുപോലെ നമുക്ക് MP ആയിട്ട് സുരേഷ് ഏട്ടൻ. ജയിക്കുന്നവർ ജയിക്കും. എല്ലാം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ എല്ലാവരും. ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള, കാരണം ഒരു രാഷ്ട്രീയ നിലപാടും കാണിക്കാത്ത ഒരാൾ. കാരണം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളുമാണ്. ഞാൻ ഗണേശേട്ടന് വേണ്ടിയും മുകേഷ് ചേട്ടന് വേണ്ടിയും അതുപോലെ KSFDC ചെയർമാനായ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടിയും അടൂർ ഭാഗത്ത് എൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട്. ആ പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്ന് സംസാരിക്കുകയുണ്ടായി. അത് സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയി സംസാരിച്ചത്. ഓരോ പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നതും. അപ്പോൾ പറയാൻ പറ്റില്ല, നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക. ഏത് ഭാഗത്തുനിന്ന് വന്നാലും, സിനിമയിൽ നിന്നായാലും അതുപോലെ മറ്റു ഡോക്ടറായിട്ടോ ആരൊക്കെയാണെങ്കിലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ മനസ്സുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചേട്ടാ ഞാൻ പൊക്കോട്ടെ. അവരും പോയ സ്ഥിതിക്ക് ഇനി പൊളിമിക്സ് മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതിനാൽ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.